Good morning. Good morning. കേൾക്കാൻ പറ്റുന്നില്ലേ? ശ്രീലക്ഷ്മി. ഓക്കെ, ശ്രീമോള്, ദിവ്യ. അപ്പോ നിങ്ങളുടെ ലാസ്റ്റ് ഒക്കെ പോർഷൻസ് ഒക്കെ നമുക്ക് തീരാറായിട്ടുണ്ട്. അപ്പൊ 1-2 ചാപ്റ്റർ കൂടി ഇനി കവർ ചെയ്യാനുണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ട്, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉണ്ട്, പിന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ കുറച്ച് ചാപ്റ്റർ കൂടി നിങ്ങൾക്കുള്ളൂ. അപ്പൊ ലാസ്റ്റ് ഒക്കെ നമുക്ക് പോർഷൻസ് തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ കയറിയതാണ്. എന്നെ പരിചയം ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ ബാച്ചിന് ഇല്ല കേട്ടോ. നിങ്ങളുടെ ബാച്ചിന് ക്ലാസ്സുകൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. വേറെ സെക്ഷനിലൊക്കെയാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലാസ് ഏകദേശം ഇപ്പൊ അവർക്ക് എക്സാം ആണ്, മെയിൻ എക്സാം വരികയാണ്. അപ്പൊ മെയിൻ എക്സാം ആയപ്പോ എനിക്ക് അവിടുത്തെ ക്ലാസ്സുകൾ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ വേഗം പോർഷൻസ് തീരാനുള്ളത് കൊണ്ട്, നിങ്ങൾക്ക് തീർക്കാനുള്ളത് കൊണ്ട് കയറിയിട്ടാണ് കേട്ടോ. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നെ പരിചയം ഉണ്ടോ നിങ്ങക്ക്? നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ബ്ലഡ് ബാങ്ക് എടുക്കാൻ ഞാൻ കയറിയോന്ന് ഉണ്ടാവും. നിങ്ങളുടെ ബാച്ചിലാണെന്ന് ഒത്തിരി ബാച്ചുകൾ നമ്മൾ അറ്റ് എ ടൈം പോകുന്നോണ്ടേ ഇപ്പൊ തന്നെ 4 ബാച്ചോളം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ബാച്ചിൽ ആദ്യമാണ്. ഓക്കെ, എനിക്ക് തോന്നി അപ്പൊ നിങ്ങളുടെ ബാച്ചിലാണോ എന്ന് ഒരു ഇതിനകത്ത് കയറിയത്. അപ്പൊ പിന്നെ വേറെ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ബ്ലഡ് ബാങ്ക് ഫസ്റ്റ് നമ്മൾ എടുത്തതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ബാച്ചില് ഇപ്പൊ എന്താ നമ്മൾ 1-2-3 ബാച്ചുകളിൽ ഓരോ ടീച്ചേഴ്സിന് കോൺസെൻട്രേറ്റ് ചെയ്താൽ കൊടുത്തേക്കുന്നത്. പിന്നെ എല്ലാ ബാച്ചിനും കൂടി ആകുമ്പോൾ നമുക്കും ടൈം ടേബിൾ സെറ്റ് ചെയ്യാനും ഒക്കെ കൂടി പ്രശ്നമുള്ളത് കൊണ്ട് ഒരു 4 ബാച്ചിലൊക്കെ ഒരു ടീച്ചർ ആ രീതിയിലായിട്ടേക്കുന്നേ ടൈം ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് നിങ്ങളുടെ ബാച്ചിൽ നിന്ന് ഞാൻ മറ്റൊരിലേക്ക് കയറിയത് കേട്ടോ. അപ്പൊ അവിടെ തന്നെ 3 ക്ലാസ്സുകൾ അങ്ങനെ തരികയായിരുന്നു. ഓക്കെ, അപ്പൊ അതോട് പരിചയമുണ്ട്. എങ്കിലും ഞാൻ പറയാം, അന്നത്തെ ക്ലാസ്സിൽ കയറാത്തവരുണ്ടെങ്കിൽ എന്റെ പേര് രമ്യ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഗ്യാസ് ആണ്. നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ അറിയാവുന്നതും ഒരു പരിചയമുള്ളതാണ്. ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാ സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് തന്നേനും കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി എടുക്കുക, ക്ലിയർ ആക്കി വെക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറയുന്നതിൽ ഇപ്പൊ ഇത്രയും നാള് ഞാൻ ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ കുട്ടികൾ, ഞാനിപ്പോ എടുക്കുന്ന ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണ് ഓൾറെഡി എനിക്ക് അറിയാം ഇങ്ങനെയുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ഓരോരുത്തരെയും നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളെ കുറിച്ച് എനിക്ക് അങ്ങനെ ഓരോ കുട്ടികളെ എങ്ങനെയാന്നുള്ളത് എനിക്ക് അത്ര ഡീറ്റെയിൽ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവായികയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. മെസ്സേജ് ഒന്നുകൂടി പറയാമോന്നോ എന്തെങ്കിലും ചോദിക്കാം, ഞാനത് ഒന്നുകൂടി പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ചാപ്റ്റർ 5 സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. നോക്കി നിങ്ങൾ, ഞാനിവിടെ ഷെയർ ചെയ്തിടാം. ചാപ്റ്റർ നിങ്ങളുടെ 34. ചാപ്റ്ററിന്റെ പേരൊന്നും നിങ്ങൾ നോക്കണ്ട, അല്ല നമ്പർ നോക്കണ്ട, പേര് മാത്രം നോക്കുക. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. എന്താ പറയാ, മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഹോസ്പിറ്റലില് മെഡിക്കൽ പ്രൊസീജിയറിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എക്സാമിന് ചോദിക്കാം, ഗ്യാസസ് that are used during medical procedure are called medical gas. മെഡിക്കൽ ഗ്യാസസ്. ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. നിങ്ങൾക്ക് താഴെ അവിടെ പ്രിന്റ് നോട്ടിൽ ഇവിടെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽ പഠിക്കാണ്ട് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, വാക്വം, നൈട്രജൻ, കംപ്രസ്ഡ് എയർ, മെഡിക്കൽ എയർ, അങ്ങനെ പല ടൈപ്പ് മെഡിക്കൽ ഗ്യാസുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ഓരോന്നും പഠിക്കാം. അപ്പൊ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? ഗ്യാസസ് used in medical procedure. Medical gases are gases used in medical procedure. Medical procedure-ന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസുകൾ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് നമ്മൾ ഓക്സിജൻ. ഓക്സിജൻ എന്തിനാ? വെന്റിലേഷൻ അല്ലെ? വെന്റിലേറ്ററിലൊക്കെ നമ്മൾ ഓക്സിജൻ ആണ്. ബ്രീത്തിങ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ ഗ്യാസ് തരുന്നത്.
അത് ഓരോന്നും നമുക്ക് അന്നേരം പറയാം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അങ്ങനെ പല ഗ്യാസുകൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ? മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയർ. അവിടെ താഴെ ഉണ്ട്, ഞാൻ ഓരോന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം. അപ്പൊ നിങ്ങളൊന്ന് അത് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കാം നമുക്ക്. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റ് ടു പേഷ്യന്റ്. അഡ്മിനിസ്ട്രേഡ് എന്ന് വെച്ചാൽ എന്താ? നൽകുക, പേഷ്യന്റിന് കൊടുക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റ് ടു പേഷ്യൻസ്. പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആർ ഇൻക്രീസിംഗ്ലി during out to be an essential requirement in hospitals in same way that they necessary services and ultimate like utilities like electricity, water and air conditioning. ഇവിടെ പറഞ്ഞേക്കുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത് അത് എസെൻഷ്യൽ റിക്വയർമെന്റ് ആണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യമായിട്ടുള്ള, ഹോസ്പിറ്റലിലെ അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു എന്താ ഇൻക്രീസ് ചെയ്ത റിക്വയർമെന്റ്, ആ മെഡിക്കൽ ഗ്യാസസിന്റെ ആവശ്യകത ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബ്രീത്തിങ്ങിന് ഭയങ്കര പ്രശ്നമുള്ള ഒരാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, അവിടെ ഒരു വെന്റിലേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകാം അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഈ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക് പറയുന്നത്? ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ അപ്പൊ അതിനനുസരിച്ച് എന്താ, അതിന്റെ റിക്വയർമെന്റ്സുകളും നമ്മൾ ഹോസ്പിറ്റലിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ സെയിം വേ ദാറ്റ് ഇതിന്റെ ഒപ്പം തന്നെ നെസസറി സർവീസസ് ആൻഡ് യൂട്ടിലിറ്റീസ് ലൈക്ക് ഇലക്ട്രിസിറ്റി. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവശ്യ വസ്തുക്കൾ. അതായത് ഇലക്ട്രിസിറ്റി, ഹോസ്പിറ്റലിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എല്ലാ ഇതും പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. പിന്നെ വാട്ടർ ഇല്ലാത്ത കാര്യം പറ്റില്ല. എയർ കണ്ടീഷനിങ്, ഇങ്ങനെയുള്ള ആ ഒരു അവശ്യ വസ്തുക്കൾക്കൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഒരു അവശ്യ വസ്തുവാണ് ശരിക്കും ഈ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഇൻ ദ സെയിം വേ ദാറ്റ് ദേ നെസസറി സർവീസസ് ആൻഡ് യൂട്ടിലിറ്റീസ് ലൈക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് എയർ കണ്ടീഷനിങ്. ഇലക്ട്രിസിറ്റി, വാട്ടർ, എയർ കണ്ടീഷനിങ് മുതലായിട്ടുള്ള നെസസറി അത്യാവശ്യമായിട്ടുള്ള സർവീസുകളുടെ ഒപ്പം തന്നെ ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. Medical gases, which are gases used in medical procedure. Underline ചെയ്തിട്ട് sentence. Medical gases, which are gases used in medical procedure. Medical procedure ന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. മെഡിക്കൽ പ്രൊസീജിയർ നിങ്ങൾ ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ഇതൊക്കെ ഡീറ്റെയിൽ നമ്മൾ ഓരോ ഗ്യാസിനും പഠിക്കാനുണ്ട്. പറയാം ലാപ്രോസ്കോപ്പി പിന്നെ എൻഡോസ്കോപ്പി ചെയ്യാൻ, അങ്ങനെയുള്ള മെഡിക്കൽ പ്രൊസീജിയറിന് ഈ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ആർ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ്. പിന്നെ എന്താ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആർ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ്, ഫോർ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾ. മെഡിക്കൽ ഡിവൈസുകൾ ഡ്രൈവ് ചെയ്യാൻ, പ്രവർത്തിക്കാനായിട്ട്, ടൂളുകളൊക്കെ പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് ഈ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം വെന്റിലേറ്റർ, സർജിക്കൽ ടൂൾസ്, ഇതൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നെബുലൈസർ, പൾസ് ഓക്സിമീറ്റർ, എന്താ ഇതൊക്കെ നമ്മള് മെഡിക്കൽ ഗ്യാസുകൾ, അത് പല മെഡിക്കൽ ഡിവൈസുകളാണ്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട് വെന്റിലേറ്റർ, സർജിക്കൽ ടൂൾസ് ഒക്കെ അതൊക്കെ ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ.
Medical gases, which are gases used in medical procedure, are used for treatment in the bhagamayitte, anesthesia kodukanayitte, and some for driving. Medical devices and tools, medical devices, tools ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിനും ഈ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും? ഓക്കെ, ക്ലിയർ ആയോ ഒരു പാരഗ്രാഫ്? പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞു. പിന്നെ അത് മറ്റുള്ള അവശ്യ സർവീസുകളുടെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് ഈ മെഡിക്കൽ ഗ്യാസസ്. അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ ഗ്യാസ്. പിന്നെ മെഡിക്കൽ പ്രൊസീജിയർ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അനസ്തേഷ്യ ആൻഡ് ഡ്രൈവിംഗ്, മെഡിക്കൽ ഡിവൈസുകൾ, ടൂൾസ് ഒക്കെ ഡ്രൈവ് ചെയ്യാനും ഈ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കിയേ, മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ഈ മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന ഏരിയകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഏരിയകളില് മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യാം? പിന്നെ എക്സാമിന് ചോദിക്കാം കേട്ടോ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയ യൂസ് മെഡിക്കൽ ഗ്യാസ് ഇൻ ഹോസ്പിറ്റൽ? ഏതെല്ലാം ഏരിയകളില് നമ്മൾ ഹോസ്പിറ്റലില് മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്? താഴെ പറയുന്നതിൽ ഏതെല്ലാം ഏരിയകളില് മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ടെന്നോ ഏതൊക്കെയാന്ന് നോക്കിയേ. ദി ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് യൂസ് മെഡിക്കൽ ഗ്യാസസ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ് റൂംസ്. റൂമുകളില് റിക്കവറി റൂം എന്ന് പറഞ്ഞെന്താ? റിക്കവറി റൂം നമ്മൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അവര് നമ്മുടെ റൂമിലേക്കാണോ കൊണ്ടുവരുന്നേ? ആണോ? ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് മാറ്റും. അത് ആ പ്രൊസീജിയർ സർജറി ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പേഷ്യൻസിനെ റിക്കവറി റൂമിലേക്ക് കിടത്തുന്നത്. അവിടെ കുറച്ച് സമയം കിടന്ന് ഏകദേശം ഒരു നോർമൽ ആയതിനു ശേഷം മാത്രമേ അവരെ എന്ത് ചെയ്യുള്ളൂ, വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കൊക്കെ മാറ്റുള്ളൂ. ഇതാണ് ആഫ്റ്റർ ഓപ്പറേഷൻ ഓവർ ദ പേഷ്യന്റ് to move to recovery room. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുന്ന, അവരെ താൽക്കാലികമായിട്ട് കിടത്തുന്ന റൂമാണ് റിക്കവറി റൂം. പിന്നെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആൻഡ് ഇന്റർവെൻഷണൽ ഏരിയാസ്. ഡയഗ്നോസ്റ്റിക് രോഗനിർണയം നടത്താനും ഇന്റർവെൻഷണൽ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഏരിയകളില്, രോഗനിർണയത്തിനും അതിന്റെ ട്രീറ്റ്മെന്റ് ഏരിയകളിലും. പിന്നെ ഒബ്സ്ട്രിറ്റിക്സ് എന്ന് വെച്ചാൽ പ്രസവ ചികിത്സ, ഒബ്സ്ട്രിറ്റിക്സ് പ്രസവ ചികിത്സ, ആൻഡ് ഗൈനക്കോളജി വാർഡ്സ്, ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ജനറൽ വാർഡ് എക്സെട്ര. ഇവിടെയെല്ലാം ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സെന്റൻസ് അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഏതൊക്കെ ഏരിയ എന്ന് നോക്കുക. റൂംസ്, റിക്കവറി റൂം, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആൻഡ് ഇന്റർവെൻഷണൽ ഏരിയാസ്, ഒബ്സ്ട്രിറ്റിക്സ്, ഗൈനക്കോളജി വാർഡ്സ്, ICU, ജനറൽ വാർഡ്സ് എക്സെട്ര. ഗൈനക്കോളജി കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടോ കേട്ടോ അവിടെ. ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സ്, then ICU, ജനറൽ വാർഡുകളിലൊക്കെ ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ. എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു മെഡിക്കൽ ഗ്യാസ് പൈപ്പ്ലൈൻ സിസ്റ്റം ബൈ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്. നോക്കിയേ, എക്യുപ്മെന്റ്സ് എങ്ങനെയാ? സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അവിടെ കൊടുത്തേക്കണത് ഇപ്പൊ നേരത്തെ പോലെയല്ല. ഹോസ്പിറ്റലിലൊക്കെ ഈ ഗ്യാസ്, ഇപ്പൊ ഓക്സിജനൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ല. നേരത്തെ എന്ന് പറഞ്ഞ ബെഡിന്റെ സൈഡിലൊക്കെ ഒരു വലിയ കുറ്റി ഓക്സിജൻ സിലിണ്ടർ ഇരിക്കണ്ടാവും അല്ലെ, ഓരോ ബെഡിന്റെ അടുത്തായിട്ട്. ഇപ്പൊ അങ്ങനെയല്ല, നമ്മളതൊരു പൈപ്പ് ലൈനിൽ കൂടിയാണ് അതിപ്പോ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പേഷ്യന്റ് കിടക്കുന്ന ആ ഒരു ബെഡില്ലേ, ആ പേഷ്യന്റ് കിടക്കുന്ന ഒരു ബെഡ്, അപ്പൊ ആ ഒരു ബെഡിന്റെ സൈഡിൽ ഇപ്പോ അങ്ങനെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് മൊത്തം ഏതാണ്? പൈപ്പ് ലൈനിൽ കൂടിയാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, കറണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാണ് കേട്ടോ. എന്തായാലും എന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? സൗണ്ട് ക്ലിയർ ആണ് അല്ലേ?
ഓക്കെ. ഷെയർ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് ഇതിന് മുന്നുള്ള സെന്റൻസ് അല്ല പറഞ്ഞത്. എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം ആൻഡ് സ്റ്റേഷൻ ഔട്ട്ലെറ്റ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്യുപ്മെന്റ്സുകൾ ഈ സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായിട്ട് എന്ത് ചെയ്തേക്കുന്നു? കണക്ട് ചെയ്തേക്കുന്നു. അവിടെ നിങ്ങൾ ആ പിക്ചർ കാണുന്നില്ലേ? അപ്പൊ ഓരോ ഇപ്പൊ പേഷ്യന്റിന്റെ ഒക്കെ ആണെങ്കിൽ ബെഡിന്റെ അവിടെ പൈപ്പിൽ കൂടിയാണ് ഈ ഗ്യാസുകൾ വരുന്നത്. അതാണ് എക്യുപ്മെന്റ് സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായി എന്ത് ചെയ്തേക്കുന്നു? കണക്ട് ചെയ്തേക്കുന്നു. നെക്സ്റ്റ് നോക്കിയാൽ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. അപ്പൊ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാ? വാക്വം സിസ്റ്റം. വാക്വം പഠിക്കാനുണ്ട് കേട്ടോ. സക്ക് ചെയ്ത് എടുക്കുന്നത് വാക്വം. നമ്മള് ഇപ്പൊ ഡെന്റലിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ നമ്മള് എന്തെങ്കിലും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് പെട്ടെന്ന് തുപ്പിക്കളയാനൊക്കെ പറ്റില്ലല്ലോ നമുക്കത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ വായിലുണ്ടാകുന്ന ഉമിനീര് സക്ക് ചെയ്ത് എടുക്കാനായിട്ട് അതാണ് വാക്വം എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ഇത് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അത് രണ്ട് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് തരാം. Medical gas system includes vacuum system and waste anesthetic gas disposal. Anesthetic gas scavenging system. Anesthetic gas scavenging. Scavenging എന്ന് പറഞ്ഞാൽ ശുചീകരിക്കുക അല്ലെങ്കിൽ ക്ലീൻ ആക്കുക, വൃത്തിയാക്കുന്ന. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. അതിനകത്ത് ജസ്റ്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. ഇനി നമ്മൾ നോക്കുന്നത് പലതരത്തിലുള്ള മെഡിക്കൽ ഗ്യാസസ് ആണ്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെഡിക്കൽ ഗ്യാസസ് 7 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഈ ചാപ്റ്ററിന് ഈ ഒരു സെക്ഷനിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അവിടെ ഓരോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ് ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാനുണ്ട് നമുക്ക്. ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത് മെഡിക്കൽ എയർ ആണ്. ഓക്കെ, മെഡിക്കൽ എയർ ഫസ്റ്റ് ഏതാണ്? മെഡിക്കൽ എയർ. Medical air means a clean supply of compressed air used in hospital and healthcare facility to distribute medical gas. എന്താ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞത്? എന്താ മെഡിക്കൽ എയർ എന്നാൽ ഹോസ്പിറ്റലുകളിലും ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലും മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കംപ്രസ് ചെയ്ത വായുവിന്റെ ഒരു ശുദ്ധമായ ഒരു ക്ലീൻ സപ്ലൈ, ശുദ്ധമായ വിതരണം എന്നതാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ അന്തരീക്ഷ മർദ്ദത്തേക്കായ സാന്ദ്രത വരുത്തപ്പെട്ട വായുവാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് എയർ. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? മെഡിക്കൽ എയർ എന്ന് പറഞ്ഞ എന്താണ്? മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ടു ഡിസ്ട്രിബ്യൂട്ട് മെഡിക്കൽ ഗ്യാസ്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലും ഒക്കെ മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു കംപ്രസ് ചെയ്ത ഒരു വായുവിന്റെ ഒരു രൂപം, ശുദ്ധമായ വിതരണം എന്നാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് എ മിക്സർ ഓഫ് ഗ്യാസസ് ദാറ്റ് പ്രൈമറിലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഇതിനകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. മെഡിക്കൽ എയറിൽ പ്രധാനമായിട്ടും നൈട്രജനും ഓക്സിജനും ഒക്കെയാ ഉള്ളത്. Okay, mixture of gases that is primarily composed of nitrogen and oxygen. Okay, it's a mixture of gases that is primarily composed of nitrogen and oxygen.
ഇത് എന്തിനു വേണ്ടിയാ? റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കാനായിട്ട്. പലതരത്തിലുള്ള കണ്ടീഷനുകളിൽ ഒരു റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താണ് നൈട്രജന്റെയും ഓക്സിജന്റെയും ഒക്കെ ഒരു മിക്സർ ഓഫ് ഗ്യാസസ് ആണ് മെഡിക്കൽ എയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ശുദ്ധമായിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വായു അത് ഉപയോഗിച്ചിട്ട് രോഗിയുടെ ആ ഒരു പരിചരണ മേഖലയിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഡിക്കൽ എയർ അവിടെ വിതരണം ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞ എന്താണ്? ഇസ് എ മിക്സർ ഓഫ് ഗ്യാസസ് ദാറ്റ് ഈസ് പ്രൈമറിലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ used for respiratory support in a variety of condition. പലതരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഒരു റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിക്സർ ഓഫ് ഗ്യാസസ്. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്ന? നൈട്രജന്റെയും ഓക്സിജന്റെയും ഒരു മിക്സർ ഓഫ് ഗ്യാസസ്. അതാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് താഴെ കൊടുക്കുന്നുണ്ട് ഇറ്റ് ഈസ് അത് സാധാരണ എയർ അല്ല. ഇതാണ് കുറച്ചും കൂടി നമ്മൾ പൊല്യൂഷൻ ഒക്കെ ഫ്രീ ആയിട്ടുള്ളത് കൊടുക്കുന്നുണ്ട് അവിടെ. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾ. അത് പൊല്യൂഷൻ ഒരു മലിനമായിട്ടുള്ള സാധാരണ നമ്മുടെ എയർ എന്ന് പറഞ്ഞാൽ അതിൽ ഒത്തിരി പൊല്യൂട്ടഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, ശുദ്ധീകരിച്ച ഒരു വായുവാന്ന് മനസ്സിലാക്കി വെക്കുക. It is a free of pollution and particle, has no oil or odors. അതിന് കളറില്ല, പ്രത്യേക ഗന്ധോ ഒരു മണോ ഒന്നൊന്നുമില്ല. ആൻഡ് ഈസ് dry to blow water built up in the facility pipeline. And is dry to blow water built up in the facility pipeline. അതായത് പൈപ്പ് ലൈനിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയാൻ. അതായത് എന്താ? നമ്മളത് സോഴ്സ് ചെയ്ത് പൈപ്പ് ലൈനിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയാനായിട്ട് തടഞ്ഞ് അത് ഡ്രൈ ആക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അത് ഒരു ഗ്യാസ് ആണ്. അത്രയും ഓർത്ത് വെക്കുക കേട്ടോ. Is free of pollution and particles, has no oil or odors, and is dry to blow water built up in the facility pipeline. And when the patient is in the operating room, patient operating room ഇലാണെങ്കിൽ whether it is emergency or not, emergency ആയിക്കോട്ടെ അല്ലെങ്കിൽ എമർജൻസി അല്ലെങ്കിലും a surgeon depend on medical air compressor. സർജൻ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ എയർ കംപ്രസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു to keep the patient comfortable and breathing. പേഷ്യന്റിന് ഒരു നല്ലൊരു സുരക്ഷയ്ക്ക് അവർക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ശ്വസനത്തിന്, നല്ല രീതിയിലുള്ള ഒരു ശ്വസനത്തിന് ഈ സർജൻ എന്ത് ചെയ്യുന്നു? ഈ മെഡിക്കൽ എയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Okay. When a patient is in the operating room, whether it's an emergency or not, emergency ആണെങ്കിലും അല്ലെങ്കിലും സർജൻ ഈ മെഡിക്കൽ എയറിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ കൊടുക്കുന്നത്? ഓപ്പറേഷൻ റൂമിലേക്ക് മെഡിക്കൽ എയർ കൊടുക്കുന്നത് എന്താ? പേഷ്യന്റ് കംഫർട്ടബിൾ ആൻഡ് ബ്രീത്തിങ്. പേഷ്യന്റിന്റെ ഒരു സുഖത്തിനും അതുപോലെ തന്നെ അവരുടെ ഒരു ബ്രീത്തിങ് സുഖപ്രദമായിട്ടുള്ള ഒരു ശ്വസനത്തിന് വേണ്ടി മെഡിക്കൽ എയർ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി സർജൻ ഈ മെഡിക്കൽ എയർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കുക, നമ്മൾ സാധാരണ വായുവിനേക്കായും ഒക്കെ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ഒരു എയർ ആണ് ഈ മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലും മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കംപ്രസ് ചെയ്ത ഒരു വായുവിന്റെ ശുദ്ധമായ വിതരണം എന്നാണ് ഈ മെഡിക്കൽ എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ എയർ എന്നതുകൊണ്ട് പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ക്ലീൻ എയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അത് ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ സർജൻ ഈ മെഡിക്കൽ എയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയാ? അപ്പൊ അവിടെ കിടക്കുന്ന പേഷ്യന്റിന് നല്ലൊരു ബ്രീത്തിങ് വേണമല്ലോ, നല്ല രീതിയിൽ അവർക്ക് ശ്വസിക്കാനായിട്ട് വേണ്ടി നമ്മൾ ആ ഒരു റൂമിലേക്ക് ഈ മെഡിക്കൽ എയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ പ്രധാനമായിട്ട് ഏതൊക്കെ പറഞ്ഞ് നൈട്രജനും ഓക്സിജനും ഒക്കെ അതിന്റെ ഒരു മിക്സർ ഓഫ് ഗ്യാസ് ആണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആണ് ഓക്സിജൻ. നിങ്ങൾക്കറിയാം ഓക്സിജൻ ഗ്യാസ്. അപ്പൊ ഫസ്റ്റത്തെ ഏതായിരുന്നു? മെഡിക്കൽ എയർ. രണ്ടാമത്തെയാണ് ഓക്സിജൻ. Oxygen, a medical gas required in every healthcare setting and is used for resuscitation. Resuscitation, പുനരുജ്ജീവനം.
ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. ഇൻഹലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ശ്വസനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പുനരുജ്ജീവനത്തിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമുക്ക് ബ്രീത്തിങ്ങിന് പ്രശ്നമുണ്ട്. നമ്മൾ ഏത് ഗ്യാസാ ശ്വസിക്കുന്നേ? നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഏത് ഗ്യാസാ? ഏതാ ബ്രീത്തിങ്? നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് ഓക്സിജൻ അല്ലേ? അപ്പൊ നമുക്ക് ബ്രീത്തിങ്ങിനൊക്കെ എന്തെങ്കിലും ശ്വസിക്കാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഗ്യാസ് തരണ്ടേ? ഏത് ഗ്യാസ് വേണം? ഓക്സിജൻ ഗ്യാസ് വേണം അല്ലേ? ഓക്സിജൻ വേണ്ടേ? ഓക്സിജൻ ആണ്. അപ്പൊ ഈ ഓക്സിജൻ എന്ന് വെച്ചാൽ ബ്രീത്തിങ്ങിന് പ്രശ്നമുള്ളവർക്ക്, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടി കൊടുക്കുന്ന ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലൊക്കെ കൊടുക്കുന്ന ഗ്യാസ് ആണ് ഈ മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻ ലൈക്ക്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിന്റെ ഫസ്റ്റ്, ഈ ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യുന്ന മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെയാണ് COPD എന്ന് പറയുന്നത്. COPD അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ഒരു 4 or 5 എക്സ്പാൻഡഡ് ഫോം നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകും. അപ്പൊ എല്ലാം നമ്മൾ ഓരോ സെക്ഷനിലും പഠിക്കുന്ന എക്സ്പാൻഡഡ് ഫോം ഒപ്പം തന്നെ പഠിച്ചു പോവുക. ഒന്ന് എഴുതി വെക്കുക അവിടെ. COPD എന്താണ്? ക്രോണിക്, CHRONIC, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ്, OBSTRUCTIVE, obstructive pulmonary disease. Chronic obstructive pulmonary disease. Note ചെയ്തിട്ട് COPD. S. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. അതായത് എന്ന് വെച്ചാല് നമുക്ക് ഒരു ലങ് ഡിസീസ് ആണ് കേട്ടോ. അതായത് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ദാറ്റ് ബ്ലോക്ക് എയർ ഫ്ലോ ആൻഡ് മേക്ക് ഡിഫിക്കൽട്ട് ടു ബ്രീത്ത്. ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട, ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനിയാണെങ്കിലും ഈ ഒരു ടൈം കേൾക്കുമ്പോൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്ക് ബ്രീത്തിങ്ങിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആകുന്ന രീതിയിലുള്ള, അതിലേക്ക് നയിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ആണ് COPD എന്ന് പറയുന്നത്. ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന, നമുക്ക് ആ ഒരു ബ്രീത്തിങ് പ്രശ്നത്തിലേക്ക് നയിക്കുന്ന ഒരു ലങ് ഡിസീസ് ആണ് COPD, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. പിന്നെ അടുത്ത നോക്കിയേ, സൈനോസിസ് എന്ന് വെച്ചാൽ എന്താണ്? സ്കിന്നിലൊക്കെ ഒരു ബ്ലൂയിഷ് കളറ്, അല്ലെങ്കിൽ നെയില്, നഖത്തിനും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു നീല നിറം, ഒരു ബ്ലൂയിഷ് കളർ വരികയാണ്. അതായത് ഇതിന്റെ ഓക്സിജന്റെ ഷോർട്ടേജ്, ബ്ലഡിലെ ഓക്സിജന്റെ ഷോർട്ടേജ് കൊണ്ട് നമ്മുടെ ഈ ലിപ്പിലോ അല്ലെങ്കിൽ സ്കിന്നിലോ നെയിലിലോ ഒക്കെ ആ ഒരു ബ്ലൂയിഷ് കളർ വരുന്നു. ആ ഒരു ഡിസീസ് ആണ് സൈനോസിസ്. അപ്പൊ എന്താ? ഓക്സിജന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അല്ലെ? ഷോർട്ടേജ് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്, ബ്ലഡിലുള്ള ഓക്സിജന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സൈനോസിസ്. അപ്പൊ അവർക്ക് ഏത് കൊടുക്കണം? എന്താ കൊടുക്കണ്ടേ? ഓക്സിജൻ അല്ലേ കൊടുക്കണ്ടേ? ഓക്സിജൻ ഗ്യാസ് കൊടുക്കണം അല്ലെ? അപ്പൊ COPD എന്ന് പറഞ്ഞത് ആ ഒരു ഡിസീസ്, അത് നമ്മൾ പറഞ്ഞു ഈ എന്താണ്, ബ്രീത്ത് ചെയ്യാൻ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ലങ് ഡിസീസ് ആണ്. ഓക്കെ, നമ്മുടെ എയർ ഫ്ലോയോ അല്ലെങ്കിൽ ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ആണ് COPD. അപ്പൊ COPD ആണെങ്കിൽ ഓക്സിജൻ കൊടുക്കണം. സൈനോസിസ്, ബ്ലഡിലോ ഓക്സിജന്റെ ഷോർട്ടേജ് മൂലം നമ്മുടെ നെയിലോ അല്ലെങ്കിൽ സ്കിന്നിലോ ഒക്കെ ഒരു ഡാമേജ്, ഒരു ബ്ലൂയിഷ് കളർ വരുന്ന ഒരു സംഭവമാണ് സൈനോസിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഓക്സിജൻ കൊടുക്കാം. ഷോക്ക്, പിന്നെ സിവിയർ ഹെമറേജ് എന്ന് വെച്ചാൽ രക്തസ്രാവം, ഹെമറേജ് രക്തസ്രാവം, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, പിന്നെ ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ? ആഘാതം, എന്തെങ്കിലും ഇഞ്ചുറി, ആഘാതം വരികയാണെങ്കിൽ. കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്. കാർഡിയോവാസ്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദ്രോഗമൊക്കെ, ഹൃദയധമനികൾ ഉണ്ടാകുന്ന ഇത് ഹൃദ്രോഗം. ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, ശ്വസനം വെച്ചാൽ എന്താ പറയാ, നമുക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ലേ? പെട്ടെന്ന് ഒരു പേഴ്സന്റെ ആ ബ്രീത്ത് നഷ്ടപ്പെടുന്ന അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അതായത് റെസ്പിറേറ്ററി ഫെയിലിയർ എന്നും പറയാം കേട്ടോ. അതൊന്ന് എഴുതി വെച്ചോടെ. റെസ്പിറേറ്ററി അറസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസ്പിറേറ്ററി ഫെയിലിയർ.
അതായത് ശ്വസിക്കാൻ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുന്നു സപ്പിന്. പിന്നെ റെസിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവനത്തിന് വേണ്ടി ആൻഡ് ലൈഫ് സപ്പോർട്ട്, ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് വെന്റിലേറ്റർ ഒക്കെ അറിയാലോ, വെന്റിലേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഓക്സിജൻ ആണ്. അപ്പൊ നമുക്ക് ലൈഫ് സപ്പോർട്ട്, ബ്രീത്ത് ചെയ്യാൻ പ്രശ്നമുള്ളവർക്കൊക്കെ ഒരു ലൈഫ് സപ്പോർട്ട് വേണ്ടി കൊടുക്കുന്ന ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാന്ന് പറയോ, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് COPD, which gas is used in cyanosis treatment. അപ്പൊ അത് അങ്ങനെ ആ ഒരു രീതിയിലാണ് റെസ്പിറേറ്ററി അറസ്റ്റ്, ആ ഒരു കണ്ടീഷനിൽ ഏത് ഗ്യാസ് ഉപയോഗിക്കാം. അപ്പൊ ഇൻഹലേഷൻ തെറാപ്പി അങ്ങനെ ചോദിക്കാം, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഹലേഷൻ തെറാപ്പി, ആ രീതിയിലൊക്കെ ആയിരിക്കും ആ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്തിട്ട് അവിടെ റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി എന്നുള്ളത് നോട്ട് ചെയ്താണ് കേട്ടോ. ഓക്സിജൻ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. പിന്നെ നമ്മൾ ഏതൊക്കെയാ മെഡിക്കൽ കണ്ടീഷൻ പറഞ്ഞേ, COPD, സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, റെസിസ്റ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്. ഇത്രയും സംഭവങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ ഓക്സിജൻ? ഇല്ലേ? ഓക്കെ. രണ്ടാമത്തെയാണ് മൂന്നാമത്തെ കാർബൺ ഡയോക്സൈഡ്. ഇനി ഹോസ്പിറ്റലിലുള്ള കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഏത് ഇതിനൊക്കെ വേണ്ടിയാ ഉപയോഗിക്കുന്നതെന്ന് പിന്നെ നിങ്ങൾക്ക് എക്സാമിന് അത് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇത് 2-3 പേജ് കഴിഞ്ഞ് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതില് ഓരോ ഗ്യാസിന്റെയും കളർ കോഡുകൾ അത് പഠിക്കണം. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോ അവിടെ പറയാട്ടോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എടുത്ത് പറയാത്ത ഓരോ ഗ്യാസ് അല്ല, അതിന്റെ സിലിണ്ടർ ഇല്ലേ, സിലിണ്ടറിന്റെ കളർ കോഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ ഒരു കളർ കോഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ്. അത് ചോദിക്കാട്ടോ. അത് ആ ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ആ ടേബിൾ അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ടിക്കറ്റ് വെച്ചാൽ മതി. എക്സാമ്പിളാ പറയുന്നത്. ഓരോന്നിന്റെ കളർ കോഡും പഠിക്കാനുണ്ട് അതിന്റെ ഒപ്പം തന്നെ. ഓക്സിജന്റെ കളർ കോഡ് വൈറ്റ് ആണ്, വൈറ്റ്. ഇനി അടുത്ത് നോക്കി, അടുത്തത് മൂന്നാമത്തെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ ആണ് കേട്ടോ. ഇപ്പൊ എഴുതണമെന്നില്ല, അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനത് പറയാത്തത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ കളറാണ്. നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഊതി വീർപ്പിക്കുക. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഇതാണ് ഊതി വീർപ്പിക്കുക. മീനിങ് അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തോട്ടോ. Carbon dioxide is used for insufflating medical gas for less invasive surgery like laparoscopy. ഒന്ന് കറക്റ്റ് ചെയ്തേ. ആ കോപ്പിയില് ലാപ്രോസ്കോപ്പി ആണ് കേട്ടോ. LAPAROSCOPY. അവിടെ ഒന്ന് ആ പി മാറ്റിയിട്ട് LAP കൂടി ചേർത്താൽ മതി. ശരിയാ, ലാപ്രോസ്കോപ്പി. ചെയ്തോ? കറക്റ്റ് ചെയ്തോ? അത് പി എന്നുള്ളത് അവിടെ വെട്ടിക്കളയോ? അതെ, ഇവിടെ ടെക്നിക്കലിന്ന് അവര് പറഞ്ഞു ഇത് കറണ്ടിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഞാനിവിടെ ഇരിക്കുന്നേ. എവിടെ പിള്ളേരൊക്കെ എവിടെയാ കാണാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ക്ലാസ് ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തി വെക്കാനാ പറയുന്നേ. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്ര എടുത്തത്ര നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? പറയുന്നതിൽ മനസ്സിലാവായികയോ നോട്ട് ചെയ്തെടുക്കാൻ പറ്റായികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഒന്നാമത് ഞാൻ നിങ്ങളുടെ അത്രയും പോർഷൻ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാനിത് ഇരുന്ന് ക്ലാസ് എടുക്കായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു മതി മിസ്സേ, എന്നാ നിർത്തിക്കോ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കി കൊടുക്കാന്നാ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത്രയും നമ്മൾ എടുത്ത അത്രയും പോർഷൻസ് ഒന്ന് വായിച്ച് വെക്കാം കേട്ടോ. ഓക്കെ ആണല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മുടെ മെഡിക്കൽ ഗ്യാസ് എന്താന്ന് പറഞ്ഞു. പിന്നെ എവിടേക്കാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ലാസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞു അതിനകത്ത്, ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ്. പിന്നെ അടുത്തത് നമ്മൾ ഏതാ പറഞ്ഞേക്കുന്നത്, എവിടേക്കാണ് മെഡിക്കൽ ഗ്യാസ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു.
ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെഡിക്കൽ പലതരത്തിലുള്ള മെഡിക്കൽ ഗ്യാസ് ആണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? മെഡിക്കൽ എയർ പറഞ്ഞു, ഓക്സിജനും പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ അതിനകത്ത് മെഡിക്കൽ എയറിന്റെ അവിടെ പഠിക്കുന്നുണ്ട്, ആ ടേബിളിൽ വരുന്നുണ്ട്, അതുകൊണ്ട് പറയാതെങ്കിലും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ കളർ കോഡ്. മെഡിക്കൽ എയറിന്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഓക്സിജന്റെ വൈറ്റും ആണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.